നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ആ വ്യക്തി നോക്കിക്കാണുന്നത് ഏത് ആംഗിളിൽ കൂടിയാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ദ എംബറസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ദ സൺ കാർഡ്, ഏസ് ഓഫ് സോർഡ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, ഹാങ്ഡ് മാൻ, 9 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വൺസ് ആണ്. ഇതിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വളരെ എഫക്ഷനേറ്റ് ആയിട്ടാണ് നോക്കിക്കാണുന്നത് എന്നതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്നും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് അബണ്ടൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുമുണ്ട്. 100% ആ വ്യക്തി നിങ്ങളിൽ കമ്മിറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പോലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നല്ല കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിങ്ങിനെ പറ്റിയും നിങ്ങൾ തമ്മിലുള്ള നല്ല മൂമെൻറ്റ്സിനെ പറ്റിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കും ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാൻ തോന്നിയത്. ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സിനോട് നിങ്ങളെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു കാര്യം വ്യക്തമായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് ഒരിക്കലും ചീറ്റ് ചെയ്യുവാനോ ഒരു ടൈം പാസിനോ വേണ്ടിയിട്ടല്ല. നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മനപ്പൊരുത്തത്തോടുകൂടി ഒരു വഴക്കില്ലാതെ, ഒരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ലാതെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് ഈ വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉള്ളതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നില്ല. ആ വ്യക്തി 100% വിശ്വസിക്കുന്ന കാര്യമാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ് ആകും, അല്ലെങ്കിൽ ഈ വ്യക്തി സക്സസ് ആക്കും. അതിന് 100% എഫേർട്ടും ഈ വ്യക്തി ഇടുന്നുണ്ട്, ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ പെരുമാറ്റം, ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള പെരുമാറ്റം ആ വ്യക്തിയെ വളരെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ട് എത്തിക്കാറുണ്ട്. അങ്ങനെ എത്തിക്കുമ്പോൾ ആ വ്യക്തി മാനസികമായിട്ട് ഒന്ന് ഡിപ്രസ്ഡ് ആവുകയും നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത ആ വ്യക്തിയെ അലട്ടുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു നിമിഷത്തേക്ക് ആ വ്യക്തിയുടെ മൈൻഡിൽ കൂടി കടന്നു പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകുമോ എന്നൊക്കെയാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള ലോങ് ടേം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബിഹേവിയർ ഇതിനേക്കാൾ വിയേർഡായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെങ്കിൽ പോലും നിങ്ങളെ വേണ്ടെന്ന് തീരുമാനിക്കാനോ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നതിനെക്കുറിച്ചോ ഈ വ്യക്തി ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ യൂണിവേഴ്സ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കാൾ കുറച്ചുകൂടെ മെച്യൂർഡായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്താലും ആ വ്യക്തിയുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ തന്നെയും അത് ആ വ്യക്തിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തി ചിന്തിക്കുന്നത് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇതുപോലെയുള്ള വഴക്കും ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. കുറച്ച് കഴിയുമ്പോൾ അത് ബാക്ക് ടു നോർമലായി സന്തോഷവും സമാധാനവും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്.
ആ വ്യക്തിക്ക് പിന്നെ അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പെരുമാറ്റം കൊണ്ടിട്ട് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ലോങ് ടേം റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുവാൻ വേണ്ടി, അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ രണ്ടുപേരും സമാധാനവും സന്തോഷവുമായിട്ട് മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ടി ഈ വ്യക്തി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണ്. മനസ്സിനെ പോലും പ്രിപ്പയർഡ് ആക്കുകയാണ്. മനസ്സിനെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം. അതുപോലെയുള്ള മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അത് മനസ്സിലാക്കാം. കാരണം നിങ്ങൾ ചിലപ്പോൾ എത്ര തന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കിയാൽ പോലും ആ വ്യക്തി മിണ്ടാതിരിക്കുകയും, വലിയ വഴക്കാണെങ്കിൽ തന്നെയും ആ വ്യക്തി തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുണ്ടാക്കിയ വഴക്കാണെങ്കിൽ തന്നെയും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തിട്ട് ആ വ്യക്തി തന്നെയായിരിക്കും ഈ ഒരു വഴക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് സോൾവ് ആക്കുന്നത്. ഇങ്ങനെ സോൾവ് ആക്കാനുള്ള റീസൺ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നീട് ഈ വ്യക്തി നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അത് കരിയർ സംബന്ധമായിട്ടാകാം, ഫിനാൻഷ്യൽ സംബന്ധമായിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു സ്വപ്നം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കാര്യവുമാകാം. ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ഒരു 100% സപ്പോർട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പോലും പറയാതെ തന്നെ ആ വ്യക്തി കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്നിട്ട് ഓരോ ദിവസവും ആ വ്യക്തി ആലോചിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മോഡിഫൈ ചെയ്യാം, നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി എങ്ങനെ ബോണ്ടിങ് ഉണ്ടാക്കാം എന്നൊക്കെയാണ്. ആ വ്യക്തി അതിനു വേണ്ടിയിട്ട് നിങ്ങളടുത്ത് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് ക്ഷമയോടെ കേൾക്കണം എന്നാണ്. കാരണം നിങ്ങളെപ്പോഴും ആ വ്യക്തിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാനസികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുമെന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും എഫേർട്ട് ഇടണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുവനും സന്തോഷവും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ് ആക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ക്ഷമയെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഈ ഒരു കാർഡ് സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത് ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ് ആകുവാൻ വേണ്ടിയിട്ടും ലോങ് ടേം റിലേഷൻ, നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ടൈം പാസ് പോലെയല്ല ആ വ്യക്തി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ടും ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എഫേർട്ട് ഇടുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ 100% എഫേർട്ട് ഇടുന്നുണ്ട്, നിങ്ങൾ 100% കമ്മിറ്റഡ് ആണ്, പിന്നെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയാണ് നിങ്ങളെക്കാൾ കൂടുതൽ മെച്യൂർഡ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും കുറച്ചുകൂടി മെച്യൂർഡ് ആവണം, കാര്യങ്ങൾ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യണം. കാരണം ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വീട്ടിലും എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് താമസിക്കാതെ മാരേജ് പ്രപ്പോസൽസ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതുമായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറേ പേരുടെ എനർജീസ് ഇതിൽ ഉണ്ട്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, റെസണേറ്റ് ആകാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക.
ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.